നമസ്കാരം. മലയാള സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ടെർബോ എന്ന സിനിമയുടെ ട്രെയിലറിന് വേണ്ടി. ഈ വരുന്ന മെയ് 23-ാം തീയതി ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന രീതിയിലാണ് ട്രെയിലറെ കാത്തിരിക്കുന്നത് ആരാധകർ. അതോടൊപ്പം ചിത്രത്തിന്റെ ട്രെയിലർ കാണാനുള്ള മറ്റൊരു ഘടകം, ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന ഓരോ പോസ്റ്ററും, മമ്മൂക്കയുടെ മാസ് രംഗങ്ങൾ അടങ്ങുന്ന ഓരോ പോസ്റ്ററും വേറെ ലെവലായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ കാണാനുള്ള ആകാംക്ഷ കൂടുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ട്രെയിലർ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ചിത്രത്തിന്റെ ട്രെയിലറിന്റെ ഭാഗത്തുനിന്ന് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ ട്രെയിലർ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 മിനിറ്റും 14 സെക്കൻഡുമാണ്. എന്തായാലും ചിത്രത്തിന്റെ ട്രെയിലർ കാത്തിരിക്കുന്നവർക്ക് ചിത്രത്തിന്റെ ട്രെയിലർ സെൻസറിംഗ് പൂർത്തിയായതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ട്രെയിലർ റിലീസ് അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി വരും ഏകദേശം 16 ദിവസങ്ങൾ മാത്രമാണ് ചിത്രം തിയേറ്ററുകളിൽ എത്താനുള്ളത്. നിലവിൽ ഇപ്പോൾ തന്നെ ചിത്രത്തിന് മികച്ചൊരു ഹൈപ്പാണ് നിലനിർത്താൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ഇറങ്ങുന്ന ഓരോ പോസ്റ്ററും സിനിമാ പ്രേമികൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം IMDb പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ടെർബോ എന്ന സിനിമ 2ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. വെറും ട്രെയിലറോ ടീസറോ പോലും റിലീസ് ചെയ്യാതെയാണ് ഈ ഒരു നേട്ടം ടെർബോ സ്വന്തമാക്കിയ കാര്യം ഒന്ന് ഓർത്തു നോക്കുക. എന്തായാലും ടെർബോ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.